ഈ ഒരു ഫ്ലവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഈ ഒരു സീസണിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊഴിഞ്ഞു വന്നിട്ട് കേട്ടോ. ഞാൻ ഇതിന് മുൻപും നമ്മൾ ഈ ഒരു ചെടിയിൽ ഒരു പ്രാവശ്യം പൂത്തിട്ടുണ്ട്. അതെനിക്ക് എപ്പോഴാണ് ഓർമ്മയില്ല കേട്ടോ. നമ്മളെ ചേച്ചീൻ്റെ വീടിൻ്റെ ഒരു 2 വീട് അപ്പുറത്തെ ഒരു വീട്ടിൽ ഈ ഒരു ചെടി ഉണ്ട്. അവർ ആ മതിലിൽ ഇങ്ങനെ ഫുള്ള് ഇത് കയറ്റിയിരിക്കുക കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ എന്തൊരു രസമാണെന്നറിയോ, നിറച്ച് ആ ഒരു പൂ തന്നെ ഇങ്ങനെ തിങ്ങി കാണാൻ കേട്ടോ. ഒന്ന് ഈ ഒരു പൂവ് വിരിഞ്ഞ പൂവ് ഒരു 4-5 ദിവസം നിൽക്കുള്ളൂ, പിന്നെ അത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറേ കാലം നിൽക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കില്ലേ. നമ്മുടെ ഈ ഒരു ആന്തൂരം ചെടിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫ്ലവറൊക്കെ കുറേ കാലം നിൽക്കും. പിന്നെ എല്ലാ ടൈപ്പ് ചെടികളും ഓരോന്നിനും ഓരോ സ്വഭാവമായിരിക്കുമല്ലോ. പക്ഷെ നല്ല ഭംഗി അതിൻ്റെ പൂ കാണാനായിട്ട്. ആ ഒരു കളറുണ്ടല്ലോ, അതാണ് അതിൻ്റെ പ്രത്യേക ഒരു രസം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ടോബോ ഉണ്ടല്ലോ, ടോബോനായിട്ട് രാവിലെ അവനെ ഹെയറൊക്കെ ചീവി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഡെയിലി ഇവൻ്റെ ഹെയർ ചീവി കൊടുക്കണം, അല്ലെങ്കിൽ ഹെയർ കെട്ട് കൊടുക്കും ഇങ്ങനെ. ഇത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ലോങ് കോട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഡെയിലി ചീവിയില്ലെങ്കിൽ ഇങ്ങനെ പിന്നെ എന്താ പറയുക, ചീവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇത് സ്ഥിരം ഒന്നെങ്കിൽ ഏട്ടൻ്റെ ചീവും, ഇല്ലാത്തപ്പോൾ ഞാനായിട്ട് റെഡി ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ടോബോയിൻ്റെ കൂടിൻ്റെ മേലേക്ക് ഇങ്ങനെ പടർത്തി വിടണമായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഞാൻ വേറൊരു ചെടി തന്നെ ടോബോയിൻ്റെ കൂടിൻ്റെ സൈഡിൽ നട്ടിട്ടുണ്ടായിരുന്നേ. ഒരു എന്താ പറയുക, കാപ്പി കളർ, ആ ഒരു കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന ചെടിയാണ്. അതിൻ്റെ തന്നെ ഇല 1-2 അങ്ങോട്ടും ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പരിസരത്ത് കൂടെ പോയി കഴിഞ്ഞാൽ ടോബോ കൈയും തലയൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് അത് കടിച്ച് നശിപ്പിക്കുക. കുറേ അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്ത് അവനെ കടിച്ച് നശിപ്പിക്കുന്നുണ്ട്. അവന് ഈ ചെടികളൊക്കെ കടിക്കുന്ന സ്വഭാവം എപ്പോഴും ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ശരിക്കും പപ്പീസ് ഇവന് 8 മാസമായി. ഒരു 3-4 മാസമാകുമ്പോഴത്തേക്കും കണ്ണി കണ്ടത് കടിക്കുന്ന സ്വഭാവം മാറുന്നതാണ്. പക്ഷേ ഇവൻ ഇപ്പോഴും അങ്ങനെ ചെരുപ്പുകൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും കടിച്ച് നശിപ്പിക്കുന്നില്ല. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ ചെടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടിലേക്ക് വരുന്ന സാധനങ്ങളൊക്കെ അവൻ കടിക്കും. അങ്ങനത്തെ എപ്പോഴും ഉണ്ട് കേട്ടോ സ്വഭാവം. അത് മാറിയിട്ടില്ല. പണ്ടൊക്കെ നമ്മൾ നടക്കുന്ന സമയത്ത് പുറകെ കൂടെ വന്നിട്ട് കാലിലും ഒക്കെ ഇങ്ങനെ വെറുതെ കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതൊക്കെ പെട്ടെന്ന് മാറി കേട്ടോ. ആ ഒരു സ്വഭാവമൊക്കെ മാറി. ഇപ്പം നമ്മൾ അവൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലേ ഇങ്ങനെ കളിക്കാനായിട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ നിച്ചുവിനോട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിച്ചുവിനൊഴിച്ച് മിക്കവാറും ബാക്കിയുള്ള ഒരൊറ്റ കുട്ടീനെ അവരടുത്തേക്ക് അടുപ്പിക്കില്ല. കാരണം അച്ചു, മണിക്കുട്ടി, ശ്രീകുട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഈ പരിസരത്ത് അവൻ എവിടെ കാണാൻ പറ്റില്ല. മുറ്റത്തേക്ക് കുട്ടികൾ ഇറങ്ങുമ്പോഴേക്കും അവൻ കുറച്ച് കൂട്ടിക്കിടന്ന് ഭയങ്കര ശല്യമായിരിക്കും കേട്ടോ. ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും. അവന് എന്താണെന്നറിയില്ല, മക്കളോടാണ് കുറച്ചുകൂടെ പ്രശ്നം കേട്ടോ. അപ്പോൾ പിന്നെ മിക്കവാറും അവനെ അഴിച്ചു വിടുന്ന പരിപാടിയില്ല. കാരണം കഴിച്ചു കഴിഞ്ഞാൽ എന്നെ കണ്ട് അവൻ ഓടിപ്പോകുന്നുണ്ട്. അഥവാ റോട്ടിൽ കൂടെ ആരെയും പോകുമ്പോൾ ഓടിപ്പോയാൽ പണി കിട്ടും. അതുകൊണ്ട് കൂട്ടിലായിരിക്കും. പിന്നെ ഫുഡ് കൊടുക്കാൻ നേരത്തും പുറത്തിറക്കും. ഏട്ടൻ വരുന്ന ദിവസം ഇങ്ങനെ പുറത്തു കൊണ്ടുപോകും കേട്ടോ. ഇനി നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇത് മാമ എർത്തിൻ്റെ റിച്ച് മോയ്സ്ചറൈസിങ് അൾട്രാലൈറ്റ് സൺസ്ക്രീൻ ആണ് കേട്ടോ. അതിൽ മെയിനായിട്ടും സിങ്ക് ഓക്സൈഡും അതുപോലെ തന്നെ കാലണ്ടറിലാണ് വരുന്നത്. കുട്ടികളുടെ സ്കിന്നിന് സേഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. കാരണം ടോക്സിൻ ഫ്രീ ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും മാമ എർത്തിൻ്റെ പ്രൊഡക്റ്റിലൊക്കെ കെമിക്കൽസ് വളരെ കുറവാണ്. കൂടുതലും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത്. പിന്നെ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികളാണെങ്കിലും അവരിങ്ങനെ വെയിലത്തൊക്കെ ആണെങ്കിലും ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കല്ലോ. അപ്പോൾ മഴയാണെങ്കിലും ഇടയ്ക്ക് നല്ല വെയിലുണ്ടാവാറുണ്ട്. അപ്പം പുറത്തിറങ്ങുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ സൺസ്ക്രീൻ, വലിയവരാണെങ്കിലും ഞാൻ കഴിഞ്ഞ ഇടയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുട്ടികളാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് യു വി ബ്രേസ് എന്നൊക്കെയുള്ള പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമുക്കിത് മാമ എർത്തിൻ്റെ സൈറ്റിലും ആമസോണിലും നൈക്കയിലും പേർപ്പിളും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ മാമ എർത്തിൻ്റെ സൈറ്റിൽ നിന്നാണ് മേടിക്കണമെങ്കിൽ ഞാനൊരു കൂപ്പൺ കോഡ് കൊടുക്കാം കേട്ടോ. ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അല്ലാണ്ട് നമ്മുടെ ഓഫ്ലൈൻ സ്റ്റോറിലും ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ. ഇനി മാമ എർത്തിൻ്റെ ഒരു ഒഫീഷ്യൽ ആപ്പ് കൂടെ ഉണ്ട്. അതിലൂടെയാണ് നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ കുറച്ചുകൂടെ അവിടെ ഡിസ്കൗണ്ടും ഓഫേഴ്സൊക്കെ അറിയാനായിട്ടും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഫേസിൽ മാത്രമല്ല കുട്ടികൾക്ക് ഇപ്പോൾ സ്കിന്നിൽ കയ്യിലും കാലിലൊക്കെ ആണെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ആ ഒരു വൈറ്റ് കാസ്റ്റിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. അപ്പം കെമിക്കൽസ് കുറവായിട്ടുള്ള നല്ലൊരു സൺസ്ക്രീനാണ്. നിങ്ങൾ കുട്ടികൾക്ക് നോക്കണമെങ്കിൽ വേണമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ മാമ എർത്ത് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡ്, അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രാൻഡാണ്. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേട്ടോ. അപ്പം ഇതിന് പുറമെ ഞാനൊരു വേറൊരു സംഭവം കൂടെ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നിച്ച് മുട്ട അടിച്ചത് കൊണ്ട് മുട്ടി അവൻ്റെ മുടിയിൽ കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് അവർക്ക് യൂസ് ചെയ്യുന്ന ഷാമ്പു ആണ് കേട്ടോ. മാമ എർത്ത് മിൽക്കി സോഫ്റ്റ് ഷാമ്പു ആണ് ഫോർ ബേബീസ് എന്നുള്ളതാണ്. ഓട്സ്, മിൽക്ക് അതുപോലെ തന്നെ കരണ്ടിലെ കാര്യങ്ങളാണ് വരുന്നത്. ടിയർ ഫ്രീ ആണ്, അതുപോലെ തന്നെ ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ മെയ്ഡ് സേഫാണ്. pH കുട്ടികളുടെ ആ ഒരു സ്കാൽപ്പിന് ബാലൻസ് ആയിട്ടുള്ള pH ബാലൻസ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മാങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് കാണാനായിട്ട് പോണത്.
ഞാൻ മുമ്പ് എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ കാണിച്ചിരുന്നു കേട്ടോ, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഒന്നല്ല, അല്ലാണ്ട് ബെല്ലൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒരു കഴിക്കില്ലേ, ആ ഒരു സംഭവം തന്നെയാണ്. അപ്പം നല്ല മാങ്ങ കഴിഞ്ഞു തുടങ്ങി കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 2-3 അല്ലെങ്കിൽ 5-6 ഒരു ദിവസം വീഴുന്നുള്ളൂ. അങ്ങനെ കഴിഞ്ഞു തുടങ്ങിയിട്ട് നാട്ടുമാങ്ങ. അല്ലാണ്ട് നമ്മളെ വീടിൻ്റെ അപ്പുറത്തൊരു വെള്ളരി മാവുണ്ട്, അതിലിപ്പോൾ കുറച്ച് മാങ്ങയുണ്ട് കേട്ടോ. ബാക്കിയുള്ള മാങ്ങയൊക്കെ ഏകദേശം തീർന്നു. അപ്പോൾ ഇതേപോലെ നമ്മൾ തോലൊക്കെ മാങ്ങയുടെ നന്നായിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ കുറച്ച് മുളക് പൊടി. നിങ്ങൾക്ക് നല്ല എരിവൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ നല്ലോണം ഇടാം കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടമല്ല, എരിവ് എനിക്ക് അധികം പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പേരിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം വെള്ളം വേണം നമുക്ക്. ആദ്യമൊക്കെ ആണെങ്കിൽ മാങ്ങയ്ക്ക് നല്ല പുളിയായിരിക്കും, പിന്നെ കഴിയാനാവും മാങ്ങയ്ക്ക് മധുരം വെച്ച് വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം മാങ്ങയ്ക്ക് നല്ല മധുരമൊക്കെ ഉള്ളത് കൊണ്ട് അധികം വെള്ളം ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ 2 ബെല്ലിട്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മളൊരു 3 ഇട്ട് കൊടുത്താലേ ആ ഒരു ബാലൻസ് ആവുള്ളൂ പുളിയായിട്ട്. അപ്പോൾ അതിലേക്ക് 2 ബെല്ലം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുറേ നേരം ആവണം. ഇത് വെന്തിട്ടില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് പച്ചയ്ക്ക് കഴിക്കുന്നതായിരിക്കും നല്ല പിന്നെ തോന്നും. അല്ലെങ്കിൽ ഒന്നുകിൽ നല്ല പച്ചയ്ക്ക് കഴിക്കണം, അല്ലെങ്കിൽ നല്ലോണം വേവണം. ഈ ഇളം സ്റ്റേജിൽ ഇരിക്കില്ല, ഇതിൻ്റെ ഇടയിലൊരു സ്റ്റേജ്, അത് രസം ഉണ്ടാവില്ല. അതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ കുറുകി വന്നിട്ട് ഇങ്ങനെ കഴിക്കാനുണ്ടല്ലോ, നല്ല രസമാണ്. ഇങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞില്ല, മഴക്കാലം സമയത്ത് ഇത് തന്നെയായിട്ട് പരിപാടി. ഇപ്പം അമ്മ വീട്ടിലിടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു. നമ്മളിവിടെ ഞാൻ പുഴുങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇവിടെ അച്ഛൻ മറ്റേ മാങ്ങ കൊണ്ടുവച്ചപ്പം അമ്മ പറഞ്ഞാൽ നീ എന്താ പുഴുങ്ങാണ്ടിരുന്ന് വെച്ചിട്ട് അമ്മ അങ്ങോട്ട് മാങ്ങ പൊളിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചതേ ഉള്ളൂ. അങ്ങനെ അത് അടുപ്പത്തേക്കായിട്ടുണ്ട്. പിന്നെ അത് ആ പാഷൻ ഫ്രൂട്ട് കുറച്ചുണ്ടായിരുന്നു. ഞാൻ വലിയ വീട്ടിൽ പോയപ്പം അവിടെ വലിയമ്മ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അച്ചൂനും ലച്ചൂനൊക്കെ കൊടുത്തിട്ടാന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മഴയാകുമ്പോൾ നമുക്കങ്ങനെ എല്ലാ സാധനവും കഴിക്കാൻ തോന്നില്ലല്ലോ. ഒരു ഫ്രൂട്ട്സിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. വേനൽക്കാലത്തൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര കൊതിയായിരിക്കും, ആക്രാന്തമായിരിക്കും എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട്. അപ്പം ഇങ്ങനെ ഇപ്പോൾ മഴ പിടിച്ചത് കൊണ്ട് ഞാൻ അത് കഴിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ദിവസം വെയിലുണ്ടപ്പോൾ എനിക്ക് നല്ല പാഷൻ ഫ്രൂട്ട് കഴിക്കാൻ തോന്നി. അപ്പോൾ എന്ത് ചെയ്തു, ഒരു 4 പറിച്ചിട്ട് അതിങ്ങനെ പഞ്ചസാരയൊക്കെ ഇടുമല്ലോ, പഞ്ചസാര ഇട്ട് കഴിക്കാൻ നല്ലതാണ്. നമ്മൾ ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടി ഇട്ടും കഴിക്കും, അതും രസമാണ്. എനിക്ക് എന്തായാലും കുറച്ചുകൂടെ ഇഷ്ടം ഇതിൽ പഞ്ചസാര ഇങ്ങനെ മിക്സായി കഴിക്കുന്നതാണ്. ഇങ്ങനെ എനിക്ക് കുറച്ചല്ല ഏറ്റവും മധുരം കഴിക്കലൊക്കെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തടി കൂടി വരുന്നുണ്ട്, എൻ്റെ വെയിറ്റ് കൂടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എനിക്ക് എക്സസൈസ് ചെയ്യാനാണെങ്കിൽ ഭയങ്കര മടിയായിട്ടും വയ്യ. അപ്പം ചിലപ്പോൾ ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഈ മെലിക്കാൻ നോക്കി ആദ്യ പ്രശ്നം മുഖം മെലിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും നോക്കിയിരിക്കുകയാണ്. പക്ഷേ വെയിറ്റിങ്ങിന് ഓവറായി കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഒരു ലിമിറ്റ് വരാൻ നോക്കും എന്ത് ചെയ്യുന്നു, എന്നിട്ട് വേണം ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ അപ്പോഴേക്കും മാങ്ങതാ കുറേ നേരമായി എന്നിട്ടും ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കത്തിച്ച് അതിങ്ങനെ ടേസ്റ്റാക്കി എടുക്കുന്ന രസം. നമ്മൾ ഒറ്റയടിക്ക് ആ ഒരു വെള്ളം വറ്റിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ചെറിയൊരു തീയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ വീഡിയോ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ഈ ചാനലിലേക്കല്ല, ഇത് ശരിക്കും ഞാൻ നമ്മുടെ വ്ളോഗ് വിത്ത് ശ്രീയിലേക്ക് എടുത്താണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനലും മുഖത്ത് പിമ്പിൾസൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഈ പിമ്പിൾസ് മാറാനായിട്ടാണ് ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞൾ ഉണ്ടാവുമല്ലോ, നമ്മൾ കറി മഞ്ഞളല്ല കേട്ടോ, കറിക്കുള്ള മഞ്ഞളിൽ ചിലപ്പോൾ നല്ല മിക്സ് ആയിട്ടൊന്നും ആയിരിക്കില്ല. നമുക്ക് ആയുർവേദ ഷോപ്പിൽ മഞ്ഞൾപ്പൊടി കിട്ടും. അപ്പോൾ ഫേസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കാണ്ടൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആ മഞ്ഞൾപ്പൊടി എടുക്കാം, അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടിയോ കസ്തൂരി മഞ്ഞൾ അങ്ങനെ എന്തെങ്കിലും ഒരു പൗഡർ ഉണ്ടാവുമല്ലോ, അതെടുക്കുക. അതിലേക്ക് നമുക്ക് പിമ്പിൾസ് മാറാനായിട്ടേ നമ്മുടെ ഈ ടീ ട്രീ ഓയിൽ ഉണ്ടല്ലോ, അത് ബെസ്റ്റായിട്ടുള്ള സംഭവമാണ്. അത് ഈ ഒരു പിമ്പിൾസിന് കാരണമായിട്ടുള്ള ബാക്ടീരിയാസിനെയൊക്കെ നശിപ്പിക്കാൻ നല്ലതാണ്. അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് റോസ് വാട്ടറും കൂടെ മിക്സ് ആക്കിയിട്ട് ടീ ട്രീ ഒഴിക്കുമ്പോഴേ 1-2 ഡ്രോപ്പ് കേട്ടോ, അതിൽ കൂടാൻ പാടില്ലേ. എന്നിട്ട് റോസ് വാട്ടറും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം പിമ്പിൾസ് ഉള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡെയിലി ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എന്നിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്ത പരിപാടികളിലേക്ക് ഇറങ്ങി. അതായത് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ അടച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ ഒരു ഷേപ്പും ഇല്ലാണ്ട് ചടപട ഫുൾ കാട് പടർന്നിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് ചില സമയത്ത് വെട്ടിക്കഴിയുമ്പോൾ ആയത്തല വരുമല്ലോ, അപ്പം നല്ല രസമാണ്. ആ ഒരു ചുവന്ന ഇല ഉണ്ടല്ലോ, അത് മാത്രം ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുമ്പോൾ അപ്പോഴാണ് ആ ചെടി കാണാൻ ഭംഗി. ഇപ്പം അതിൻ്റെ ആ ഒരു ചുവന്നതൊക്കെ കൂടെ കുറേ കഴിയുമ്പോൾ ചുവപ്പില മൂത്തിട്ട് പച്ചയാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവർ പച്ച സ്റ്റേജിലാണ്. ഇനിയിപ്പോൾ ഞാൻ വെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെട്ടി കൊടുത്ത് പൊതിയിന് തളിരില വരുമ്പോൾ നല്ല രസം അത് കാണാനായിട്ട്. അപ്പോൾ അത് കണ്ടോ, എനിക്ക് വലിയ വെട്ടാനൊന്നറിയില്ല, പക്ഷേ ഇത് വെട്ടുന്ന ആൾക്കാരെ വിളിച്ചാലേ ഭയങ്കര നഷ്ടമാണ് കേട്ടോ. അങ്ങനെയല്ല, ഒരാൾ വന്നിട്ട് എന്താ പറയുക എന്നെ പറ്റിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് മുന്നേ വെട്ടി കളയും കേട്ടോ. അല്ലെങ്കിൽ ആരും വന്നിട്ട് വെട്ടാനുണ്ടെന്ന് വെച്ചിട്ട് ഒരു ദിവസം ഒരാൾ വന്നിട്ടുണ്ടായിരുന്നേ.
അയാളുടെ അടുത്ത് നിന്ന് അത്യാവശ്യം നല്ല എമൗണ്ട് ചാമ്പിയിട്ട് പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെയാണ് കട്ട് ചെയ്യാറ്. അന്ന് അധികം ഉണ്ടായില്ല കേട്ടോ. അയാൾ ജസ്റ്റ് സാമ്പിൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വെട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വെട്ടി വന്നപ്പം അതിൻ്റെ കഥ പറയാതിരിക്കും നല്ലത്. അത് പോട്ടെ എന്തായാലും. അപ്പോൾ ഇപ്പം മുതൽ ഞാൻ തന്നെയാണത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു നേരത്തെ കണ്ടില്ലേ, അത് വെട്ടി കുറച്ചൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോഗൺവില്ലയൊക്കെ മഴയായി കഴിയുമ്പോൾ കണ്ടോ പൂക്കളൊക്കെ കുറയും കേട്ടോ. നമ്മുടെ തെച്ചിയിലൊക്കെ അന്ന് നല്ല പൂക്കളായിരുന്നില്ലേ, ഇപ്പോൾ അതൊക്കെ പോയി. ഇനിയിപ്പോൾ ഒന്ന് മഴ സമയത്തൊക്കെ നന്നാവുമോ എന്തോ. തെച്ചിക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ബോഗൺവില്ലയിൽ അങ്ങനെ പൂ ഉണ്ടാവില്ല. അപ്പോൾ ഞാനതിൻ്റെ കൊമ്പൊക്കെ അരിഞ്ഞിട്ട് വേറെ കുറച്ച് നടാനുള്ള പ്ലാൻ. പക്ഷേ ഞാൻ നട്ടിട്ട് തിഴത്തുനിന്നിങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ബോഗൺവില്ല നന്നായിട്ടങ്ങ് ഞാൻ കഷ്ണം ഉണ്ടാക്കിയിട്ട് നന്നായിട്ടില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഞാൻ കൊമ്പ് കുത്തിയ നന്നാവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ബോഗൺവില്ല ഏതൊരു സമയത്ത് കുത്തിയാൽ നന്നായിട്ടുണ്ടാവും എന്ന് പറഞ്ഞേക്കാം. എന്താണെന്നറിയില്ല, എൻ്റെ അങ്ങോട്ട് നന്നാവുന്നില്ല. ഇനി ഞാൻ എൻ്റെ നമ്മളെ എന്തായിരുന്നു ചെടീൻ്റെ പേര്, ബോൾസൻ ചെടികളൊക്കെ ഒന്നിനും എന്താ പറയുക നാശമായി കിടക്കുകയാണ്, പൂക്കളൊന്നുമില്ല. ഇപ്പം നമ്മൾ ആന്തൂറിയം ഞാൻ അതിലേക്കൊക്കെ മാറിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഇനി എനിക്ക് കുറച്ച് ആന്തൂറിയത്തിലേക്ക് വേണം. ഞാൻ കുറച്ച് ചെടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്താ പറയുക ആന്തൂറിയം ഷോപ്പിൽ നിന്ന് പോയി മേടിച്ചിട്ടായിരുന്നു, ഇല്ലാത്തൊരു കളറ്. അതിന് പുറമെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ലൈവ് പ്ലാന്റ്സ് ഒക്കെ ആമസോണിലൊക്കെ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ചെടികൾ വിൽക്കുന്ന ആമസോണിലുണ്ടെന്ന്. സൈറ്റുകളിലൊക്കെ ഉണ്ടെന്ന് അറിയാം, പക്ഷേ ആമസോണിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നേ. അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് ഒരു ആന്തൂരം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്താ വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ ഞാൻ തോന്നുന്നു നല്ല വലിയ പ്ലാന്റ് ആണെങ്കിൽ 450 രൂപയ്ക്ക് എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് കിട്ടി കേട്ടോ. അതിൽ ചെടി വലിയ ചെടിയാണ്, നല്ല പൂക്കളൊക്കെ ഉണ്ട്, വലിയ ചട്ടിയിൽ കിട്ടി. പക്ഷെ ഞാനിത് ഓൺലൈനിൽ തന്നെ ആന്തൂറിയം വരുത്തിയ സമയത്ത് ആ ഒരു സെയിം സാധനത്തിനും 450 550 ഒക്കെ റേറ്റ് വരുന്നുണ്ട്. പക്ഷേ ചെടി ചെറുതാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വന്നത്. നല്ല പാക്കിംഗ് ഒക്കെ സൂപ്പറായിട്ട് ഞാൻ കാണിച്ചുതരാം അടുത്ത വീഡിയോയിൽ. പാക്കിംഗ് ഒക്കെ സൂപ്പറായിട്ട്, ചെടി നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കുട്ടിത്തൈയാണ് കേട്ടോ. നമുക്ക് കടകളിൽ പോയി മേടിക്കുമ്പോൾ വലിയ തൈ ആ റേറ്റിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഓൺലൈനിൽ മേടിച്ചപ്പം ഒരു കുഞ്ഞിത്തൈയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു മീഡിയം സൈസിൽ കേട്ടോ, ചെറുതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ കേട്ടോ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു പ്ലാന്റ് ഇത്രയല്ല, ഇതിൻ്റെ ചെറിയ സൈസിൽ ഒരു വലിയ മെച്ചൂർഡായിട്ടുള്ള പ്ലാന്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. ഇതാകുമ്പോൾ കണ്ടോ എപ്പോഴും പൂക്കളുണ്ട് കേട്ടോ. ഇങ്ങനെ വലിയൊരു ഭയങ്കര കെയറിങ് ആവശ്യമില്ല. നമ്മൾക്കാണെങ്കിൽ ചകിരിച്ചോറുണ്ടെങ്കിൽ അതിൽ നട്ടു കൊടുക്കാവുന്നേ ഉള്ളൂ ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഇലകളൊക്കെ നാശമായിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഇലയൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ ശരിക്കും എപ്പോഴും ഭംഗി ഉണ്ടാവുള്ളൂ. വെറുതെ നട്ടിട്ട് പോയിട്ട് കാര്യമില്ല. എപ്പോഴും രാവിലെ ആകുമ്പം അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി വെക്കണം. എന്നിട്ട് പിന്നെ ഇങ്ങനെ കരിഞ്ഞ ഇലകളും വാടയുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയുക. പിന്നെ ആവശ്യമുള്ളപ്പോൾ കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറേ ചെടീനെടുത്ത് ഇങ്ങോട്ട് വെച്ചു കേട്ടോ. നമ്മുടെ ഈ ഒരു ചെടിക്കൊന്നും അധികം വെള്ളം പറ്റില്ല. ആന്തൂരത്തിന് വെയിലും ഓറ് പറ്റില്ല, മഴയും ഓറ് പറ്റില്ല. അപ്പോൾ അതിനൊക്കെ എടുത്ത് പോർച്ചിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓരോ വീഡിയോസ് അയക്കലാണ്. ഞാനിങ്ങനെ പോർച്ചിൻ്റെ ചുറ്റുമുണ്ടല്ലോ ഒരു ചെളി ഇറങ്ങണതിന് ചിലതിനൊക്കെ അടിയുള്ള ഒരു സംഭവം മേടിച്ചിട്ടുണ്ട്, പാത്രം മേടിച്ചിട്ടുണ്ട്, ചിലതിനില്ല. അപ്പോൾ ഞാൻ ടൈൽസ് നല്ല കഷ്ണം ഉണ്ടായിരുന്നു നീട്ടത്തിലുള്ളത്, അത് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മേലാണ് ചെടി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറേ ചെടി ഇങ്ങനെ അടുത്തിരിക്കണേ കൊണ്ട് ഏട്ടൻ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്താ വീഡിയോ അയക്കുന്നത് വെച്ചാൽ ചെരുപ്പിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ ചെടീൻ്റെ ഉള്ളിലൊക്കെ പാമ്പ് ഇരുന്നിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, അതാണ് എനിക്ക് അയച്ചു തരും. എന്നിട്ട് എപ്പോഴും ചിത്ത പറയും കുട്ടിയല്ലേ പോകണമെന്ന് നീ ശ്രദ്ധിക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പാമ്പ് ഇല്ലാതെ ഇരിക്കാം, പിന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചെടികൾ വെക്കാൻ വേറെ ഒരു ഇതില്ല. പിന്നെ ഇവിടെ ഈ ചെടികൾ വെച്ചാലേ കാര്യമുള്ളൂ, ബേക്കിൽ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. അങ്ങനെ അധികം എന്താ പറയുക കുറച്ച് വീട്ടുവിട്ടൊക്കെ ഗ്യാപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് ചെടികൾ. അപ്പം ഇതൊക്കെ അന്ന് നമ്മൾ കടൽമാളം കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. ആ ബാക്ക് സൈഡിൽ ഇതൊന്നും വെയിലത്തേക്ക് അങ്ങനെ പറ്റില്ല. ആ ബാക്കിലിരിക്കുന്ന മഞ്ചെടി ഞാൻ ആ ഒരു പോർച്ചിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞറിയില്ല അതങ്ങോട്ട് ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഇലയൊക്കെ കൂടെ അങ്ങനെ ആ മഞ്ഞച്ചത് ഭയങ്കര ഡാർക്കായിട്ടേ പൊള്ളി പോയില്ലേ, അതേപോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതേപോലെ എടുത്തിട്ട് അപ്പോഴെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മാറ്റി വെച്ചപ്പോൾ ഇപ്പം നന്നായിട്ടുണ്ടായിട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഈ റെഡ് കളറിലുള്ള ആന്തൂരയുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് കളറിൽ വരുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു വൈറ്റും നമ്മളെ പിങ്ക് കളറിലും കൂടെ ഇങ്ങനെ മിക്സ് ആയത് കേട്ടോ. അതിങ്ങനെ മൂക്കണനുസരിച്ച് അതിലൊരു ഗ്രീൻ കളർ കയറി വരും. അപ്പോൾ ചിലതിൻ്റെയൊക്കെ തൈ ഇങ്ങനെ മാറ്റി നടാനായിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അതൊന്ന് അടർത്തിയെടുത്തിട്ട് ഒരു കുഞ്ഞ് 2-3 എണ്ണം കൂടെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഇരിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ പുതിയ ചെടികൾ എന്തായാലും ഉണ്ടാക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. കുറച്ച് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് നമ്മുടെ പുലാസാൻ ഉണ്ടല്ലോ, പുലാസാൻ്റെ ഒരു വീഡിയോ ഉണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം അതിൻ്റെ ഒരു തൈ മേടിക്കണമെന്ന്. അപ്പോൾ അത് മേടിക്കാനായിട്ടും പിന്നെ കിലോ പേരക്കേൻ്റെയും കണ്ടപ്പോൾ അങ്ങനെ 2 ഫ്രൂട്ട്സിൻ്റെ തൈകൾ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ ആന്തൂറിയം കണ്ടത്. അപ്പോൾ പുതിയൊരു ആന്തൂറിയം കൂടെ മേടിച്ച് വെച്ചു.
അന്ന് ഞാൻ എന്ത് ചെയ്തു, ചകിരിച്ചോറ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചകിരിച്ചോറും കൂടെ ഇട്ടിട്ടാണ്, ചകിരിച്ചോറിന് മതി കേട്ടോ. ചകിരിച്ചോറ് മാത്രമായിട്ട് നമുക്ക് അവർ തന്നെ പറഞ്ഞത്, ആ ചേച്ചിയാണ് പറഞ്ഞത്, ആഴ്ചയിൽ 4 ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി, ചകിരിച്ചോറിലാട്ടാണ് വെച്ചതെന്ന്. അപ്പോൾ ഞാൻ വെച്ച് കൊടുത്തതും ചകിരിച്ചോറും അതിൽ കുറച്ച് എനിക്ക് പുതിയൊരു കുറവ് വന്നിട്ടുണ്ട്, ഇപ്പോൾ ഓണടിക്കും തോന്നുന്നു. അതിലും കൂടെ ആക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരിറ്റ് മണ്ണും കൂടെ ഞാൻ എടുത്തിട്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ല, ചകിരിച്ചോറ് മാത്രമായിട്ട്. അപ്പോൾ അടിയിട്ട് മണ്ണും ബാക്കി ചകിരിച്ചോറിലുണ്ടാക്കി. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ റെയറായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടാവും, ചിലത് നമ്മളെ ചിലപ്പോൾ ഓൺലൈനിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ എന്താ പറയുക, നമ്മുടെ ഷോപ്പിൽ കാണാത്ത ചെടികൾ ചിലത് ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ മേടിക്കുന്നവർക്ക് എനിക്കൊന്നും നല്ലതായിരിക്കും. പക്ഷേ 600 മേടിക്കുന്ന നഷ്ടമാണ് എനിക്ക്. നമ്മളിവിടുത്തെ ഞാനൊരു ഐക്കർ നഴ്സറി ഉണ്ട്, അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, അവിടെയാണ് വിലക്കുറവുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ആ ഒരു റോസും വൈറ്റും ആണ് ശരിക്കും അത്. പക്ഷെ അത് വളരുന്നതനുസരിച്ച് അതിൻ്റെ ആ ഒരു കളർ കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് ഗ്രീനും കൂടെ കയറി വന്നു. അപ്പോൾ ഞാൻ അങ്ങനത്തെ രസമില്ലാത്ത പൂക്കളൊക്കെ കട്ട് ചെയ്ത് മാറ്റി. പിന്നെ ഈ ഒരു ചട്ടീൻ്റെ ചിലത് ഞാൻ വേറൊരു ചട്ടിയിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. അതിന് നമ്മൾ എക്സ്ട്രാ 100 രൂപ കൊടുക്കണം അങ്ങനത്തെ ചട്ടി. പക്ഷേ ഈ വെള്ളച്ചട്ടിയൊക്കെ വെക്കുമ്പോഴേ നമ്മളിങ്ങനെ ഇൻഡോറിലൊക്കെ വെക്കുമ്പോൾ അടിയിൽ ഹോൾസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ വെള്ളം ഇങ്ങനെ ചാടിപ്പോവും. അപ്പം ആ മേലേക്ക് ചട്ടിയുണ്ടല്ലേ, അതിനുള്ളിൽ വേറെ ചട്ടിയുണ്ട്. അപ്പോൾ ഈ പുറമേ ഉള്ള ആ ചട്ടിക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അതൊരു 3-4 കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാണാൻ നല്ല വൃത്തിയും ഭംഗിയാണ് കേട്ടോ, വെള്ളം ഇങ്ങനെ നിലത്ത് കൂടെ ആവില്ല, പിന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടാവും കാണാനായിട്ട്. അങ്ങനത്തെ കുറേ പരിപാടികളായിരുന്നു അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള ആ ഒരു ഗ്രാസ് ഉണ്ടല്ലോ, ഫുള്ള് ഹൈറ്റായിട്ട് ഇങ്ങനെ ഭയങ്കര പൊങ്ങി നല്ല അലമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെട്ടുന്ന ആൾക്കാർ ഈ പരിസരത്ത് എവിടെയില്ല. നമ്മൾ വീടിൻ്റെ അവിടെ ഈ ഒരു പുല്ല് വെച്ച് ആരും കാണില്ല, പിന്നെ കുറേ മേലേക്ക് അങ്ങോട്ട് പോകണം. അപ്പം നമുക്കറിയാത്ത ആൾക്കാരൊക്കെ, അതുകൊണ്ട് വെട്ടാൻ ആളെ കിട്ടാനില്ല. അതിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ല. സാധാരണ നമ്മൾ ആ പുല്ല് വെട്ടുന്ന മിഷൻ ഉണ്ടല്ലോ, നോർമൽ കാട് വെട്ടി, അതുകൊണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും വെട്ടി തരുമെന്ന് ചോദിച്ചു നോക്കണം. അതെന്താ വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് കാടും അതന്നെ ഹൈറ്റ് വെച്ച് പോയിട്ട് മഴയാവാൻ പറ്റുന്നില്ല. പിന്നെ ഞാനൊരു മെഷീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു വെട്ടാനായിട്ട്. പക്ഷെ ഇത് ഹൈറ്റ് കൂടിയത് കൊണ്ട് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അത് മുറിയുന്നില്ല, ഭയങ്കര ടഫായിട്ടുണ്ട്. അപ്പോഴേട്ടൻ പറഞ്ഞത് ഇലക്ട്രിക് മേടിച്ചു വന്നു. പക്ഷേ അത് ഇലക്ട്രിക് മേടിക്കുമ്പോൾ അതിലേക്ക് എന്തെങ്കിലും മെഷീൻ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെ നന്നാക്കുന്നൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മാനുവൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാനുവൽ ഇത് നടക്കണില്ല. അപ്പോൾ എനിക്ക് നഷ്ടമായോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് മാത്രമാണ് പൊന്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ മെഷീൻ ഓടിച്ചാൽ സുഖമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് വളർന്നു. പിന്നെ മഴക്കാലമായത് കൊണ്ട് അരിയാനും പറ്റുന്നുണ്ടായിരുന്നില്ല, മഴയത്ത് നനയുമ്പോൾ പുല്ല് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണ് ഇപ്രാവശ്യം അതേപോലെ ആയിപ്പോയി കേട്ടോ. പിന്നെ ഇതാ ഞാൻ ചെടി വെക്കുന്ന ഭാഗങ്ങളാണ് ഇതേപോലെ മണ്ണിൻ്റെ ആ ഒരു ഇപ്പുറത്ത് ഉണ്ടല്ലായതുകൊണ്ടേ മണ്ണ് തെറിച്ചിട്ട് ചട്ടിയൊക്കെ ഇങ്ങനെ നാശമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെളിയൊക്കെ തുടച്ച് കളഞ്ഞ് അതിലുള്ളതും ചീത്ത ഇലകളൊക്കെ കളഞ്ഞിട്ട് ഈ ടൈല് കണ്ടോ, ടൈല് ഞാൻ മേലെ ബാക്കിയുള്ള നമ്മളെ പീസുകൾ ഉണ്ടാവുമല്ലോ, അത് എന്ത് ചെയ്യുന്ന അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം വേണ്ടേ, പറമ്പിൽ വെറുതെ കിടക്കല്ലേ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കല്ലിലേക്ക് ചെളിയാവുകയില്ല, അല്ലെങ്കിൽ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ആവും കേട്ടോ. പിന്നെ പോർച്ചിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ വെയിലാത്തതും കൊണ്ട് വല്ലപ്പോഴും വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷേ മുറ്റത്തേക്ക് വെക്കുന്ന സമയത്ത് പെട്ടെന്നാണ് നമുക്ക് എന്താ പറയുക, ചെടിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വെള്ളം വലിയ കിട്ടും. അപ്പോൾ പിന്നെ മഴക്കാലം കൊണ്ട് വലിയ സീനില്ല. അപ്പോൾ അത് ഇതേപോലെയാണ് ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ മേലിരിക്കുന്ന ചെടി കണ്ടോ, നമ്മുടെ സിറ്റ് ഔട്ടിൽ, അതും ഞാൻ കുറേ തൈകൾ ഉണ്ടാക്കിയത്. അതിൻ്റെ ആ ഒരു എന്താ പറയുക, മദർ പ്ലാന്റ് ആണോ ഇരിക്കുന്നത് ഏറ്റവും ബേക്കിൽ, എന്നാണ് ഒരു 3-4 തൈകൾ ഞാൻ സെപ്പറേറ്റ് ആക്കി ഉണ്ടാക്കി. അത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്ക് ഇതാ നമ്മുടെ ആ ഒരു വൈകുന്നേരമല്ല, ഉച്ചയാകുമ്പോഴത്തേക്ക് റെഡിയായി. ഞാൻ പിന്നെ വൈകുന്നേരത്തേക്ക് കഴിക്കായിരുന്നു കേട്ടോ, കാരണം കയ്യിലൊക്കെ കണിക്കണ്ട് ചെടീൻ്റെ ഇടയ്ക്കാണല്ലോ. അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ കഴിച്ചിരുന്നു. അപ്പം ഇങ്ങനെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ അടുത്തായിട്ട് ഞാൻ ഡെയിൻ മേ ലീഫ് കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് അടുത്ത ഒരു പനിയും ജലദോഷമൊക്കെ വിട്ടിട്ടുള്ളൂ. അടുത്ത സെറ്റ് ജലദോഷം വരുന്നുണ്ട്, അപ്പോൾ മരുന്നൊക്കെ കഴിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.